ഹലോ കൂട്ടുകാരെ, ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലാണോ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കമൻ്റ് ഇടണം. അപ്പോൾ ഞാൻ റെസിപ്പിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഞാൻ ഒരു 1/2 കിലോ അളവിലാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് നമുക്ക് ഇതിലേക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ചിക്കൻ കഴിക്കുകയില്ല കേട്ടോ. മക്കൾക്ക് ഭയങ്കര ആഗ്രഹം ചിക്കൻ വറുത്ത് കഴിക്കണമെന്ന്. അപ്പോൾ അത് കാരണമാണ് ഇന്ന് ഞാൻ എന്നാൽ പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ ഇത്രേൻ്റെ ആവശ്യമില്ല. ഒരു 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ അളവിലാണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്കിതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളകിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒരു കാര്യം സ്കിപ്പ് ചെയ്തു പോയി കേട്ടോ. എന്താണെന്നറിയാമോ, നമ്മുടെ വലിയ ജീരകമില്ലേ, പെരിഞ്ജീരകം, അപ്പോൾ അത് ചതച്ചിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ചിക്കനിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ, പെരിഞ്ജീരകം ഇടുമ്പോഴത്തേക്ക്. പിന്നെ ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തത് 1 ടേബിൾ സ്പൂൺ അളവിൽ വിനിഗറാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വലിയ ജീരകം ഇടുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഏകദേശം 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുവാണ്. അപ്പോൾ ഞാൻ ചിക്കൻ പണ്ട് കഴിക്കുമായിരുന്നു കേട്ടോ. സ്കൂളിലൊക്കെ പഠിക്കുന്ന ആ ടൈമിങ്ങിലോ, അത് സ്കൂളിൽ പഠിച്ച് പിന്നെ കോളേജ് ആ ടൈമിലൊക്കെയാണെന്ന് തോന്നുന്നു, പക്ഷിപ്പനി വന്ന ഒരു സമയമേ, ആ ഒരു സമയത്താണ് ഞാൻ ചിക്കൻ കഴിക്കാണ്ടായത്. പിന്നെ അത് കഴിക്കാതിരുന്ന് പിന്നെ എനിക്കതങ്ങനെ അത് അമ്മ വറുത്തൊക്കെ തന്ന് നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് പിന്നെ അതങ്ങോട്ട് കഴിക്കാനേ തോന്നത്തില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ടും പിന്നെ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ആൾക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ചിക്കനും കൂടെ എന്നാൽ ഫ്രൈ ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെ ആയിട്ട് ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം വറുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മസാല എല്ലാം നമ്മുടെ ചിക്കനിലേക്ക് പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ പിന്നെ നമുക്കിനിപ്പോൾ വറുത്തെടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണയിലാണ് ഞാൻ വറുത്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ സൺഫ്ലവർ ഓയിലൊക്കെ ആണ് താല്പര്യമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. പിന്നെ എപ്പോഴും നമ്മുടെ നാടൻ ഫുഡ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് എപ്പോഴും നല്ലത് കേട്ടോ. ചൈനീസ് ഫുഡിനൊക്കെയാണ് നമ്മൾ ഈ സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയാണ് നമ്മുടെ ഇതുപോലത്തെ ഇതിനൊക്കെ നല്ലത്. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ്റെ ഓരോ പീസായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോഴത്തേക്ക് നമ്മുടെ അകത്ത് ചിക്കൻ്റെ അകം എല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ അല്ലേ. അപ്പോൾ എല്ലാം ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഫ്രൈയും ഗീ റൈസും ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.